ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉള്ളിത്തണ്ട് തോരനാണ്. ഉള്ളിപ്പൂവ് അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്ന് നമുക്ക് റെസിപ്പിയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്നത് ഉള്ളിപ്പൂവ് അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് എന്ന് പറയുന്നതാണ്. അതിൻ്റെ പൂവാണ് വെളുത്ത നിറത്തിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 കെട്ട് ഉള്ളിത്തണ്ട് വാങ്ങിച്ചായിരുന്നു. നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റാത്ത വിധം തണ്ട് മൂത്തതുണ്ടാകും. അപ്പോൾ മൂത്ത തണ്ടുകളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് നല്ല ഇളതായിട്ടുള്ള ഉള്ളിത്തണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം. അങ്ങനെ മൂത്ത തണ്ടൊക്കെ മാറ്റി നന്നായിട്ട് കഴുകിയെടുത്ത ഉള്ളിത്തണ്ട് നമുക്കിതുപോലെ ഒന്ന് വട്ടത്തിൽ കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്കിത് അരിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞു കൊടുത്താൽ മതി. ഇതിൻ്റെ പൂവും നമുക്ക് കറി വയ്ക്കാം കേട്ടോ. പക്ഷേ പൂവിൻ്റെ ആ ഭാഗമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം. പ്രാണികളൊക്കെ ഇല്ലാതെയും കേടൊക്കെ ഇല്ലാതെയും നോക്കി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് പൂവും നമുക്കിത് തോരൻ വയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതുപോലെ കൂട്ടിപ്പിടിച്ച് കുറേ നമുക്കിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും. മൂത്ത തണ്ടുകളിട്ടാൽ നമുക്കത് കടിക്കുമ്പോൾ ഇങ്ങനെ മൂത്ത തണ്ടുകൾ കിടക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 200 ml ഗ്രേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3-4 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും നമുക്ക് ഈ നാളികേരത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് 3-4 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയ്ക്കേണ്ട, നന്നായിട്ട് ഇതൊന്ന് ഒതുക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു 10-15 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളിക്ക് പകരം സവാളയും നമുക്ക് ചേർക്കാം. സവാളയേക്കാളും നല്ലത് ചെറിയ ഉള്ളിയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 3-4 വറ്റൽമുളക് കീറിയതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടൊന്ന് താളിക്കുന്നത് പോലെ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനുശേഷം മുളകും കറിവേപ്പിൻ്റെ ഇലയും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഒത്തിരി ഫ്രൈ ആയി മൊരിഞ്ഞൊന്നും പോകണ്ട. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിപ്പൂവും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി ഉള്ളിത്തണ്ടും അരപ്പും എല്ലാം യോജിച്ച് നന്നായിട്ട് നമ്മുടെ തോരൻ ഏതാണ്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു മുട്ട ഇതുപോലെ അതിൻ്റെ നടുഭാഗത്ത് മാത്രം ഒന്ന് കൊത്തി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ആ നടുവിലൊഴിച്ച മുട്ട ഒന്ന് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ മുട്ട നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. നാളികേരത്തിൻ്റെ അരപ്പ് പോലെ തന്നെ മുട്ട അതിനകത്ത് കിടന്നോളും. കൂടുതൽ നമ്മുടെ തോരന് ടേസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് ആ എഗ്ഗ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളത് ഒരു തോരനാണിത്. ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഉള്ളിപ്പൂവ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ലൊരു തോരനാണ് ചോറിന് കൂട്ടാനൊക്കെ. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉള്ളിത്തണ്ട് നമ്മൾ കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഒരുപാട് നമുക്ക് വെയിറ്റ് ലോസും ഫാറ്റൊക്കെ ബേൺ ചെയ്യാനായിട്ട് ഉള്ളിത്തണ്ട് ഉള്ളിപ്പൂവൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാതെ ആരും പോകരുതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഓൾ എന്ന ഒരു ബെൽ ഐക്കൺ കൂടി കാണും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. See you in next video. Bye bye.